ഹായ് അസ്സാം വലൈക്കും. ഐറോസ് ഫെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നല്ല അടിപൊളി ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും പൊറാട്ടക്കൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യാൻ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചു. പിന്നീട് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അടച്ച് വെച്ച് നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ. ഉള്ളി കണ്ട ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം. അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് നല്ല പോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത് നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. കണ്ട വെളിച്ചെണ്ണയൊക്കെ നല്ല പോലെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മസാലയൊക്കെ പിടിപ്പിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടെ നല്ലോണം ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് ചിക്കൻ വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം ഒരു കട്ടിയുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളം അഡീഷണൽ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അതൊക്കെ കണ്ട നല്ല പോലെ കുറച്ച് വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ തുറന്ന് വെച്ച് ഇതുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിച്ചു വരണം. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ പൊറാട്ടക്കും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. കണ്ട നല്ല വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് കൂടെ നമുക്ക് വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.